السلام عليكم ورحمة الله وبركاته. كيف أنتم طلابي الأعزاء؟ زين؟ الحمد لله. പ്രിയപ്പെട്ട 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, നിങ്ങൾക്കൊക്കെ സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് പാഠഭാഗങ്ങൾ നമ്മൾ വീഡിയോയിലൂടെ കാണിച്ചു തന്നിരുന്നു. അൽഹംദുലില്ലാഹ്, ഇന്ന് ഞാൻ തന്നെ നിങ്ങൾക്ക് മുമ്പിൽ പാഠഭാഗവുമായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രൂപ്പിലൂടെ തന്ന വർക്കുകളൊക്കെ ഒരുപാട് നിങ്ങൾ ചെയ്ത് കാണിച്ചു തന്നു. കാണിച്ചു തരാത്ത കുറച്ച് കുട്ടികളുമുണ്ട്. അവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ കാണിച്ചു തരണം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നിങ്ങളുടെ പഠന സമയമാണ്, അല്ലാതെ വെക്കേഷൻ അല്ല. ഒരു പ്രതിസന്ധി കൊണ്ട് മാത്രം നിങ്ങൾ വീട്ടിലിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ പഠനത്തിൽ അലംഭാവം കാണിക്കരുത്. പഠന സമയമാണ്, നിങ്ങളുടെ ഒഴിവ് സമയമല്ല. നിങ്ങളുടെ പാഠഭാഗം, ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിരുന്നു. അന്നജിത എന്നുള്ള 10ാം പേജിലെ പാഠം കുറച്ച് നിങ്ങൾക്കൊരു ലിങ്കിലൂടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്ക് നിങ്ങൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. എന്നിരുന്നാലും ആ പാഠഭാഗത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ഞാൻ ഒന്നും കൂടി ആവർത്തിക്കുകയാണ്. നിങ്ങളെല്ലാവരും പുസ്തകമെടുത്ത് ശ്രദ്ധിച്ച് പുസ്തകത്തിൽ നോക്കണം. അപ്പോൾ എല്ലാവരും പുസ്തകം എടുത്തോ? 4 പുസ്തകം എടുത്താൽ നിങ്ങളെ പുസ്തകത്തിലെ 10ാമത്തെ പേജ് എടുക്കുക. അസ്സഫത്തുൽ ആഷിർ, 10ാമത്തെ പേജ്. ആ പേജാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പാഠത്തിൻ്റെ പേരെന്താണ് ഒന്ന് വായിച്ചേ. അന്നജിത. എന്താണ് അതിൻ്റെ അർത്ഥം? അതിനർത്ഥം ഇപ്പം പറയില്ല, അവസാനം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരും. ഓക്കെ? ആ പാഠഭാഗത്തിൻ്റെ ഹെഡിങ്ങിൻ്റെ അർത്ഥം ആ പാഠഭാഗം വായിച്ചിട്ട് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. അന്നജിത. അപ്പോൾ തുടങ്ങാം. ഞാൻ വായിക്കട്ടോ. എല്ലാവരും പുസ്തകത്തിലൊന്ന് ശ്രദ്ധിക്കാം. ഫി യൗമിൻ മതീരിൻ കാന യാസിറുൻ റാജിയൻ മിനൽ മദ്രസതി വമഅഹു ബഅദു അസ്തിഖാഇഹി വകാന ബൈതുഹു ബിളിഫത്തി നഹരി വകാനൽ മതറു ഖസീറൻ വരീഹു തഹുബ്ബു ബിശിദ്ദത്തി തതമായലുൽ അശ്ശാറു വല്ലഗ്റാസു വംതലഅത്തിൽ ആബാറു വല്ലൻഹാറു. വേഗത്തിൽ പോവുകയാണെ, നിങ്ങളൊരു പ്രാവശ്യം നോക്കിയതായിരിക്കും. ഒരു ലിങ്കിലൂടെ നിങ്ങളിത് കണ്ടതാണ്. അതുകൊണ്ട് ഇത് ഒന്ന് വേഗത്തിൽ പോവുകയാണ്. ഫി യൗമിൻ മതീരിൻ. യൗമ് എന്താ അർത്ഥം? അറിയാം, അതന്നെ. യൗമ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദിവസം. ഫി യൗമിൻ മതീരിൻ. മത്തർ എന്ന് പറഞ്ഞാൽ അർത്ഥം മഴ. ഫി യൗമിൻ മതീരിൻ, മഴയുള്ള ഒരു ദിവസം. നമ്മൾ അങ്ങനെയല്ലേ തുടങ്ങുക, കഥകളൊക്കെ തുടങ്ങൽ ഫി യൗമിൻ മതീരിൻ, മഴയുള്ള ഒരു ദിവസം. കാന യാസിറുൻ റാജിയൻ മിനൽ മദ്രസത്തി. കാന, ശ്രദ്ധിക്കുക, അറബിയിൽ ഇടയ്ക്കിടെ ആവർത്തിച്ച് വരുന്ന ഒരു വാക്കാണ് കാന. കാന യാസിറുൻ. കാനയ്ക്ക് 2 അർത്ഥമുള്ളത്. ഒന്ന് ആയിരുന്നു, ഒന്ന് ആകുന്നു. ഈ 2 അർത്ഥത്തിലാണ് കാന ഉപയോഗിക്കുക. ആകുന്നു, ആയിരുന്നു. കാന യാസിറുൻ, യാസിർ ആയിരുന്നു. റാജിയൻ, റജഅ മടങ്ങ. റാജിയൻ മിനൽ മദ്രസത്തി, മദ്രസയിൽ നിന്ന് ഇങ്ങനെ യാസിർ ഇങ്ങനെ ഒരു മഴയുള്ള ദിവസം ഇങ്ങനെ മടങ്ങി വരികയായിരുന്നു. വമഅഹു ബഅദു അസ്തിഖാഇഹി. വമഅഹു, മഅ എന്ന അർത്ഥം കൂടെ. ഇംഗ്ലീഷിലെ വിത്ത് എന്ന് ഉപയോഗിക്കൂലേ. വമഅഹു, അവൻ്റെ കൂടെയുണ്ട്. ബഅദു അസ്തിഖാഇഹി, അവൻ്റെ ചില കൂട്ടുകാർ. സ്വദീഖ് എന്നുള്ളതിന് ജമ്മാണെന്ത്? അസ്തിഖാ. മദ്രസ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ എന്താ, നമ്മളെ കൂടെ ആരുണ്ടാവും? നമ്മളെ കൂട്ടുകാരുണ്ടാവും. അങ്ങനെ യാസിർ വരുമ്പം യാസിറിൻ്റെ കൂടെ ആരുണ്ട്? അവൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട്. അങ്ങനെ മദ്രസയിൽ നിന്ന് ഇങ്ങനെ മടങ്ങി വീട്ടിലേക്ക് വരികയാണ്. വകാന ബൈതുഹു ബിളഫത്തി നഹരി. വകാന, നേരത്തെ പറഞ്ഞു, ആവർത്തിച്ച് വരുമെന്ന്. കാന ആയിരുന്നു. ബൈതുഹു, ബൈത്ത് വീട്. ബൈതുഹു, അവൻ്റെ വീടായിരുന്നു. ബിളിഫത്തി നഹരി, നെഹർ പുഴ. ബിളിഫത്തി നഹരിൻ, പുഴയുടെ അരികിലായിരുന്നു, പുഴയുടെ അടുത്തായിരുന്നു അവൻ്റെ വീട്. വകാനൽ മത്തറു ഖസീറൻ. വകാന ആയിരുന്നു. അൽ മത്തറു മഴ. വകാനൽ മത്തറു മഴയായിരുന്നു. ഖസീറൻ കോരിച്ചൊരിയുന്ന നല്ല ശക്തമായ മഴയായിരുന്നു. വരീഹു, വരീഹു, രീഹ് എന്ന അർത്ഥം കാറ്റ്. വരീഹു, കാറ്റ്. തഹുബ്ബു, അത് അടിച്ചു വീശുന്നു. ബിശിദ്ദത്തിൻ, ശക്തമായി.
കാറ്റ് ശക്തമായി അടിച്ചു വീശുന്നുണ്ട്, നല്ല മഴയുമുണ്ട്. തത്തമായലുൽ അശ്ശാറു വല്ല അഖറാസു. തത്തമായലു എന്നിങ്ങനെ ആടിയുടയ, ഇങ്ങനെ ആടുക. തത്തമായലു മാലാനർത്ഥം ചെരിയ, ചായ. തത്തമായലു അങ്ങനെ ചെരിയുന്നു, ചായുന്നു. അൽ അഷ്ചാർ. എന്താണ് അഷ്ചാർ പറഞ്ഞാല്? ഷജർ എന്ന് പറഞ്ഞാൽ എന്താ? മരം. ഷജർ എന്നുള്ളതിന് ജമ്മാണെന്ത്? അഷ്ചാർ. ഖറസ് പുല്ല്, അഖറാസ് പുല്ലുകൾ. ഖറസ് അതിന്റെ ജമ്മാണെന്ത്? അഖറാസ്. ഷജർ അതിന്റെ ജമ്മാണെന്ത്? അഷ്ചാർ. തതമായലുൽ അഷ്ചാറു വൽ അഖറാസു. മരങ്ങളും ചെടികളൊക്കെ ഇങ്ങനെ ചാഞ്ഞ് ആകെ ഭയങ്കര കാറ്റും മഴയുമാണ്. വംതലഅത്തിൽ ആബാറു വൽ അൻഹാറു. ഇംതലഅ മല എന്നാണ് അർത്ഥം, നിറയ. വംതലഅത് നിറഞ്ഞു. അൽ ആബാറു ബിഇറിന്റെ ജമ്മാണെന്ത്? ആബാർ കിണറുകൾ. ബിഇർ കിണർ, ഇതിന്റെ ജമ്മാണെന്ത്? ആബാർ കിണറുകൾ. വൽ അൻഹാർ നഹാർ നിങ്ങൾ നേരത്തെ പഠിച്ചു, നേരത്തെ കേട്ടു. നെഹ്റിന്റെ ജമ്മാണെന്ത്? അൻഹാർ. നെഹ്ർ പുഴ, അൻഹാർ പുഴകൾ. വംതലഅത് നിറഞ്ഞിരിക്കുന്നു. അൽ ആബാറു വൽ അൻഹാറു പുഴകളും അതുപോലെ കിണറുകളെ. ഞാൻ പറഞ്ഞത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള വർക്കൊക്കെ നിങ്ങൾക്ക് കിട്ടിയതാണ്. അപ്പം ഇന്നത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ പാഠം ശ്രദ്ധിക്കുക. അടുത്ത പാരഗ്രാഫ് ആണ് ഇന്നത്തെ പാഠം. കഴിഞ്ഞ പാഠമായിരുന്നു, ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി ഞാൻ തന്നെ നിങ്ങൾക്ക് എടുത്തു തന്നതാണ്. ഇനി അടുത്ത ഇന്നത്തെ പാഠം, അടുത്ത പാരഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് വായിക്കട്ടോ, ശ്രദ്ധിക്കുക. ഫജ്അതൻ സമിഅ യാസിറുൻ സുറാഖൻ മിനൽ ഖൽഫ് അന്നജ്ദ അന്നജ്ദ ഇൽതഫത യാസിറുൻ വഅസ്റഅ നഹവ الصوت فإذا ولد يغرق في الماء عرف أن صديقه راجو ماذا سأفعل فكر ياسر برهة فما لبث أن يذهب إلى الماء وأنقذ صديقه. فجأة سمع ياسر صراخا من الخلف. فجأة എന്താർത്ഥം? പെട്ടെന്ന്, സഡൻലി. ഫുജ്അതൻ പെട്ടെന്ന് തന്നെ. സമിയ യാസിറുൻ സമിയ കേട്ടു. സമിയാനർത്ഥം കേട്ടു. സമിയ യാസിറുൻ യാസിർ കേട്ടു. സുറാഖൻ ഒരു അട്ടഹാസം, ഒരു ശബ്ദം കേട്ടു. മിനൽ ഖൽഫ് പിന്നിൽ നിന്നും, പിന്നിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. ഖൽഫ് ഖൽഫ് അർത്ഥം ബാക്ക്, പിന്നിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. സുറാഖ് ഒരു അട്ടഹാസം. എന്താണ് അട്ടഹാസം? അന്നജ്ദ 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 അന്നജ്ദ. ഇൽതഫത യാസിറുൻ. ഇൽതഫത എന്താർത്ഥം? ഇൽതഫത തിരിഞ്ഞു നോക്കി. ഇൽതഫത തിരിഞ്ഞു നോക്കി. ശബ്ദം കേൾക്കല്ലേ പിന്നിൽ നിന്ന്. അപ്പൊ യാസിർ എന്ത് ചെയ്തു? ഇൽതഫത യാസിറുൻ. യാസിർ ഒന്നിനെ തിരിഞ്ഞു നോക്കി. വേഗം ശബ്ദം കേൾക്കാണ്. വഅസ്റഅ എന്നിട്ട് വേഗത്തിൽ പോയി. നഹ്വ സൗത്ത്. സൗത്ത് എന്ന് പറഞ്ഞ അർത്ഥം സൗണ്ട്, ശബ്ദം. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് വേഗത്തിൽ യാസിർ എന്ത് ചെയ്തു? പോയി. ഫഇദാ വലദുൻ യഗ്റഖു ഫിൽ മാ. ഫഇദാ അന്നേരം, ആ സമയത്ത്, വലദുൻ വലദ് കുട്ടി, ഒരു കുട്ടി, യഗ്റഖു അവനിങ്ങനെ മുങ്ങുന്നു. ഫിൽ മാഇ മാ വെള്ളം, ഫിൽ മാഇ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങുന്ന ഒരു കുട്ടിയാണ് കണ്ടത്. നല്ല മഴക്കാലമാണ്, വെള്ളമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയം. ഈ സമയത്ത് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ പിന്നിലൊരു കുട്ടി വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങുന്നു. അറഫ അന്നഹു സ്വദീഖുഹു രാജു. അറഫ യാസിറിന് മനസ്സിലായി. അന്നഹു സ്വദീഖുഹു രാജു, അത് അവന്റെ കൂട്ടുകാരൻ ആരാണെന്ന്? രാജു ആണെന്ന് അവൻക്ക് മനസ്സിലായി. ആ മുങ്ങുന്നത്, വെള്ളത്തിൽ മുങ്ങുന്നത് അവന്റെ കൂട്ടുകാരൻ രാജു ആണെന്ന് യാസിറിന് മനസ്സിലായി. മാതാ സഅഫ്അലു. മാതാ എന്താണ്? സഅഫ്അലു ഞാൻ ചെയ്യാ. എന്താ ഞാൻ ചെയ്യാ? എന്ത് ഞാൻ ചെയ്യും? ഫക്കറ ബുർഹത്തൻ കുറച്ചു നേരത്തേക്ക്, കുറച്ച് സമയത്തേക്ക് പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്തു? ചിന്തിച്ചു. എന്ത് ചെയ്യും? രാജു ഇങ്ങനെ മുങ്ങുന്നു, എന്ത് ചെയ്യും? ഫമാ ലബിസ അൻ യസിബ ഇലൽ മാഇ വഅൻഖദ സ്വദീഖഹു. നേരെ ശ്രദ്ധിക്കണേ. ഫമാ ലബിസ അൻ യസിബ ഇലൽ മാഇ വഅൻഖദ സ്വദീഖഹു ഒരു പ്രയോഗമാണ്. പ്രയോഗം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ഒരു നെഗറ്റീവ് പോസിറ്റീവ് അർത്ഥത്തിൽ മാ വന്നാലുള്ള മാറ്റം. കത്തബ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എഴുതി. മാ കത്തബ എഴുതിയിട്ടില്ല. അതുപോലെ നോക്കുകയാണെങ്കിൽ ലബിസ എന്ന് പറഞ്ഞ അർത്ഥം താമസിച്ചു, വൈകി എന്നൊക്കെയാണ് അർത്ഥം. മാ ലബിസ താമസിച്ചില്ല, വൈകിയില്ല. അയ്യസിബ ചാടാൻ, വസബ അർത്ഥം ചാടി. അയ്യസിബ ഇലൽ മാഇ വെള്ളത്തിലേക്ക് ചാടാൻ വൈകിയില്ല. അതായത് ഉടനടി തന്നെ എന്ത് ചെയ്തു? വെള്ളത്തിലേക്ക് ചാടി. വ അങ്കദ എന്നിട്ട് രക്ഷപ്പെടുത്തി. അങ്കദ എന്നർത്ഥം രക്ഷപ്പെടുത്തുക. വ അങ്കദ രക്ഷപ്പെടുത്തി. സ്വദീഖഹു സ്വദീഖ്
കൂട്ടുകാരൻ. വഅൻഖദ സ്വദീഖഹു, അവൻ്റെ കൂട്ടുകാരനെ എന്ത് ചെയ്തു? രക്ഷപ്പെടുത്തി. പെട്ടെന്ന് തന്നെ ചാടി അവൻ്റെ കൂട്ടുകാരനെ രക്ഷപ്പെടുത്തി. രാജുവിനെ വെള്ളത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി കരയിലേക്ക് കയറ്റിയിട്ടാണ്. അപ്പോൾ കയറ്റി ഒരു സ്ഥലത്ത് കെടുത്തിയിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും. എന്നിട്ട് അവന് ചുറ്റും ആളുകളൊക്കെ കൂടും, പ്രഥമ ശുശ്രൂഷ കൊടുക്കാൻ വേണ്ടി വെള്ളം അമർത്തി വെള്ളം പുറത്തേക്ക് എടുക്കണം, ഈ ആവശ്യത്തിനൊക്കെ വേണ്ടി അവിടെ കെടുത്തിയിട്ടാണ്. ആ സമയത്ത് ജനങ്ങളൊക്കെ ആകാംക്ഷയോടുകൂടി എന്ത് പറ്റി, എന്ത് സംഭവിച്ചു എന്നുള്ള വളരെ ആകുലതയോടുകൂടിയും വളരെ പ്രതീക്ഷയോടുകൂടിയും വളരെ സങ്കടത്തോടു കൂടിയും മറ്റ് ചുറ്റും ആളുകളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയേക്കാണ്. അതാണ് ഇജ്തമഅന്നാസു, ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടി. ഹൗല രാജു, രാജുവിന് ചുറ്റും ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടി. അന്നാസ് എന്ന അർത്ഥം ജനങ്ങൾ. ഇജ്തമഅ, ഒരുമിച്ച് കൂടി. വഖാമു ബിഇസ്ആഫാത്തിൻ ഔലിയ, ഖാമ നമുക്ക് കേട്ട വാക്കാണ് ഖാമ. കും ഇജ്ലിസ് ക്ലാസ് എന്നൊക്കെ പറയില്ലേ, കും ജിലിസ്, കും ജിലിസ്. കും എന്ന് പറഞ്ഞാൽ നീക്ക്, ജിലിസ് ഇരിക്ക്. ഖാമ നിന്നു, ഖാമ നിലകൊണ്ടു. ബിഇസ്ആഫാത്തിൻ ഔലിയ, പ്രഥമ ചികിത്സ. ആദ്യം എന്തെങ്കിലും അപകടം പറ്റിയാൽ ആദ്യം നൽകേണ്ട ചികിത്സ നൽകേണ്ട ആ ചികിത്സക്കാണ് പ്രഥമ ചികിത്സ. നമ്മളെ വണ്ടിയിലൊക്കെ ഉണ്ടാവും ഫസ്റ്റ് എയ്ഡ് ബോക്സ്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഫസ്റ്റ് എയ്ഡ് ബോക്സ്. ആദ്യം നൽകേണ്ട ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഒരു ബോക്സ്, അതിൽ ഒരുപാട് മരുന്നുകളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ അതിനാണ് എന്ത് പറയുക? ഇസ്ആഫാത്തിൻ ഔലിയ, പ്രഥമ ശുശ്രൂഷ, ആദ്യം നൽകേണ്ട ചികിത്സ. ആ ചികിത്സയുമായിട്ടൊക്കെ ആളുകൾ നിലകൊണ്ടു. സുമ്മ നഖലൂഹു ഇലൽ മുസ്തശ്ഫ. സുമ്മ എന്നർത്ഥം പിന്നെ, ശേഷം. സുമ്മ ശേഷം, ആഫ്റ്റർ ദാറ്റ്, ശേഷം. നഖലൂഹു, നഖല എന്ന് പറഞ്ഞാൽ നീക്കുക എന്നർത്ഥം. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കം ചെയ്യാൻ എന്താ പറയുക? നഖല. നഖലൂഹു, അവർ അവനെ നീക്കി, അതായത് അവർ അവനെ കൊണ്ടുപോയി. ഇലൽ മുസ്തശ്ഫ. മുസ്തശ്ഫന്റെ അർത്ഥം എന്താ? എല്ലാവർക്കും അറിയാം. മുസ്തശ്ഫ ഹോസ്പിറ്റൽ, ആശുപത്രി. ഇവിടെ കൊണ്ടുപോയി പ്രഥമ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവസാനം ഉദ്ഖില രാജു ഫി വഹദത്തിൽ ഇനായത്തിൽ ഫാഇഖ. ഉദ്ഖില, ദഖല എന്നർത്ഥം പ്രവേശിച്ചു. ഉദ്ഖില പ്രവേശിപ്പിക്കപ്പെട്ടു. രാജു, രാജുവിനെ പ്രവേശിപ്പിക്കപ്പെട്ടു. ഫി വഹദത്തിൽ ഇനായത്തിൽ ഫാഇഖ. വഹദത്തിൽ ഇനായത്തിൽ ഫാഇഖ എന്ന് പറഞ്ഞാൽ ICU. വഹദത്തിൽ ഇനായത്തിൽ ഫാഇഖ. എന്താണ് ICUവിന്റെ ഫുള്ള്? ICU നമ്മൾ സാധാരണ പറയുന്നത് ICUലാണ് പറയുന്നല്ലോ. ICU എന്നുള്ളതിന്റെ ഫുൾ എന്താ? ഇന്റൻസീവ് കെയർ യൂണിറ്റ്, സൂക്ഷ്മ നിരീക്ഷണ കേന്ദ്രം. ഇന്നത്തെ പാഠം എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ് ഒന്നുകൂടി കേട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി കേട്ട് നോക്കുക. എന്നിട്ടും ഡൗട്ട് തോന്നുകയാണെങ്കിൽ എൻ്റെ വാട്സപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വർക്ക് വേണമല്ലോ നിങ്ങൾക്ക്. നിങ്ങളേതായാലും വീട്ടിലിരിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് വേണമല്ലോ. ആ വർക്ക് തരികയാണ്. എല്ലാവരും ആ വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചു തരണം. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. നമ്മളെ പാഠഭാഗം നിങ്ങൾക്ക് ശ്രദ്ധിച്ച് വായിച്ചാൽ, ശ്രദ്ധിച്ച് കേട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉത്തരം ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ചോദ്യം, ഐന ബൈത്തു യാസിർ. അർത്ഥം പറയേണ്ട ആവശ്യം തന്നെ ഇല്ല. ഐന നമ്മളെ പാഠത്തിൽ കഴിഞ്ഞതാണ്. ഐന ബൈത്തു യാസിർ. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഞാൻ ഇപ്പോൾ ഇതിൽ പറയണില്ല. സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഐന ബൈത്തു യാസിർ, ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, മാദാ സമിഅ യാസിറുൻ മിനൽ ഖൽഫ്. മാദാ സമിഅ യാസിറുൻ മിനൽ ഖൽഫ്. മൂന്നാമത്തെ ചോദ്യം, ഇലാ ഐന ഇൽതഫത യാസിർ. ചോദ്യം നമ്പർ 4, അവസാനത്തെ ചോദ്യം, മൻ കാന യഗ്രിഖു ഫിൽ മാഇ. മൻ കാന യഗ്രിഖു ഫിൽ മാഇ. ഈ 4 ചോദ്യത്തിനും ഉത്തരം എഴുതിയിട്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചു തരണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. എല്ലാവരും അയച്ചു തരൂലേ? ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.